പിന്നെന്താ പിന്നെന്താ പറയേ? കൊറേ നേരായി പിന്നെ വേറെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ആക്ച്വലി എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഒരു ചോദ്യം ചോദിക്കണത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ വിളിക്കുമ്പോഴാവും അല്ലെ? അങ്ങനെ തന്നെയല്ലേ? നീ ആരൊക്കെയും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പറയാനില്ലാഞ്ഞിട്ടാണോ ഇവിടുത്തെ നമ്മളൊക്കെ സംബന്ധിച്ചിട്ട് എന്താ പറയാ, ഇവിടുത്തെ വിഷമങ്ങൾ അവരെ അറിയിക്കണ്ടല്ലോ, അവരെന്തിനാ വിഷമിക്കണേ എന്ന് വിചാരിച്ചിട്ട് പിന്നെന്താ വേറെന്താ അവരൊന്നും ഇങ്ങോട്ട് പറയണില്ല, പിന്നെയും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പിന്നെന്താ വേറെന്താ. സത്യല്ലേ? ഇവിടുത്തത് നമ്മൾ അവരെ അറിയിക്കണ്ട, അവരെ വിഷമങ്ങൾ പറഞ്ഞ് നമ്മളത് ശരി അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒതുക്കും. അല്ലാതെ നമ്മൾ ഇവിടുത്തതും കൂടി പറയുമ്പോ അവര് അവിടെ ഒറ്റക്കല്ലേ എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് മിക്കവാറും പ്രവാസികൾ അതിൽ നിന്ന് പിന്മാറിയിട്ട് ഈ ഒരു ചോദ്യം കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇവിടുത്തത് പറയാണ്ടായിട്ട് പറയാത്തല്ല, അവരെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ആവും എന്നാണ് എൻ്റെ ഒരു തോന്നലിട്ട്. അധികം പ്രവാസികളും അങ്ങനെ തന്നെ ആവും. ചില ഭാര്യമാരൊക്കെ ചിലവരോടൊക്കെ ഇങ്ങനെ തന്നെ ആവും സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. അപ്പൊ എന്തായാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഇതൊന്നും പറയാനില്ലാഞ്ഞിട്ടല്ല, നിങ്ങളെ വിഷമിപ്പിക്കണ്ട വെച്ചിട്ടാണ് കേട്ടാ.